ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിച്ച് ആർട്ട് അറ്റ്ലിയർ അനിമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡില് ക്യുഫ്രി പറഞ്ഞതുപോലെ ഗ്രേറ്റ് ഹാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യുഫ്രി പോവുകയാണ്. അവിടെയുള്ള സ്റ്റെപ്സിലൊന്നും ഇറങ്ങാണ്ട് ഡയറക്റ്റ് ആയിട്ട് ക്യുഫ്രി താഴോട്ട് ഇറങ്ങുവാണ്. താഴെ ഇറങ്ങി ഉടനെ ക്യുഫ്രീനെ പിടിച്ച് താഴെ ഇട്ടിട്ട്, ഈ കെട്ടിവെച്ചിരിക്കുന്ന പടിക്കെട്ടുകൾ ആരും തന്നെ എന്താ ഉപയോഗിക്കാത്തേ? നീ ഈ കടൽത്തട്ടിലേക്ക് വന്നിട്ട് കുറെ കാലങ്ങളായല്ലോ. ഗ്രേറ്റ് ഹാളിലെ പ്രശ്നക്കാരനായ കുട്ടി എന്ന് പറഞ്ഞ് അവിടെ ഒരു വിച്ച് വന്ന് നിൽക്കുവാണ്. അപ്പൊ ക്യുഫ്രി, അത് വളരെ കാലം മുൻപാണ് അലൈറ. നീ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയോ? ഞാൻ നിന്റെ പുതിയ ശിഷ്യനെ പറ്റി കേട്ടിരുന്നു എന്ന് അലൈറ പറയുന്ന കേട്ടിട്ട് ക്യുഫ്രി, ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ സ്പ്രെഡായോ? നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രിമ്മിഡ് ക്യാപ്സുമായിട്ട് അവൾക്ക് കണക്ഷൻ ഉണ്ടല്ലേ? കഴിഞ്ഞ 4 വർഷമായി ഫോർബിഡൻ മാജിക് ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അവൾ ശരിക്കും ഇമ്പോർട്ടന്റ് ആയ ഒരു ലീഡ് തന്നെയാണ്. അപ്പൊ ക്യുഫ്രി, അത് മാത്രമല്ല, അവൾ ഇതുവരെ ടെസ്റ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് അവൾ എന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ശിഷ്യഗണത്തിൽ ഉൾപ്പെടില്ല. അതെന്താന്ന് അലൈറ ചോദിക്കുവാണ്. അപ്പൊ ക്യുഫ്രി, ഈ സമയം അതിന് പറ്റിയിട്ടുള്ളതല്ല. അത് ശരിയാണ്, ഈ വർഷത്തിലെ ഈ സമയം ടെസ്റ്റ് നടക്കുന്ന ഡാഡ റേഞ്ച് എന്ന് പറയുമ്പത്തേനും ക്യുഫ്രി പറയുവാണ്, അവ ഈ സമയം ഏറ്റവും ഉയരത്തിലായിരിക്കും. ഈ സമയത്ത് അവിടെ ടെസ്റ്റ് വയ്ക്കുക എന്നുള്ളത് ഞാൻ സ്വപ്നത്തില് പോലും കരുതുന്നില്ല. ആ സ്ഥലം ഇപ്പൊ അവരെ കൊല്ലാൻ വരെ ഇടയാക്കിയേക്കാം. ഇനിയാണ് ശരിക്കുള്ള സംഭവം അവിടെ നടക്കാൻ പോകുന്നത്. അഗോട്ട് പറഞ്ഞ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊക്കോനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അഗോട്ട് ആ ടെലിപ്പോർട്ടേഷൻ ഡോറിലൂടെ ഡാഡ റേഞ്ച് ഓപ്പൺ ചെയ്യുവാണ്. ഞാനിത് ചെയ്യണമെന്ന് നിനക്ക് ഉറപ്പാണോ? മാസ്റ്റർ ക്യുഫ്രി പോലും ഇവിടെ ഇല്ല. എപ്പോഴായാലും ഡാഡ റേഞ്ച് ടെസ്റ്റ് നീ ഒറ്റയ്ക്കായിരിക്കും ചെയ്യേണ്ടത് എന്ന് അഗോട്ട് പറയുവാണ്. പക്ഷേ ഞാനിപ്പോ ഇവിടെ വന്നതല്ലേ ഉള്ളൂ എന്ന് കൊക്കോ പറയുവാണ്. ഞാൻ ഈ ടെസ്റ്റ് എടുത്ത് പാസ്സായത് 10ാമത്തെ വയസ്സിലാണ്. ശിഷ്യനാവണമെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ടെസ്റ്റിൽ പാസ്സാവണം. അതുകൊണ്ട് നീയും ഇത് എടുത്തേ മതിയാവൂ. ആദ്യത്തെ ടെസ്റ്റ് കൺസെന്റ് ഓഫ് ദി ക്രൗൺ. അവിടെ നിനക്ക് 3 ഉപകരണങ്ങളും കൂടാതെ നിന്റെ മാജിക് കോമ്പോണൻസും മാത്രമേ നിനക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിന്റെ സ്വന്തം പവർ ഉപയോഗിച്ച് മാത്രമേ നീ ഡാഡ റേഞ്ചിന്റെ മുകളിൽ എത്താവൂ. എന്നിട്ട് അവിടെ വളരുന്ന ഡയഡം ഹെർബ് നീ പറിച്ചുകൊണ്ട് വരണം. നിന്നെ നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഈ ഗൈഡൻസ് ഓർബ് നിന്നെ സഹായിക്കും. നിനക്ക് കുടിക്കാനുള്ള വെള്ളം ഈ വേപ്പർ ബബിളിൽ നിന്ന് നിനക്ക് എടുക്കാം. ഇതൊക്കെ മാത്രമേ നിനക്ക് അവിടെ പോകുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇനി നിനക്ക് പുറപ്പെടാം എന്ന് അഗോട്ട് വളരെ കൃത്യമായും വ്യക്തമായും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. കൊക്കോ പോകുന്നതിന്റെ മുമ്പ് അഗോട്ടിന്റെ അടുത്ത് നിനക്കും ക്യുഫ്രിക്കുമുള്ള ആ മാജിക് ഷൂസ് കിട്ടുമോന്ന് ചോദിക്കുവാണ്. എന്നിട്ട് അഗോട്ട് അവളുടെ കാലിൽ കിടക്കുന്ന ഷൂസ് എടുത്ത് കൊക്കോയ്ക്ക് കൊടുക്കുവാണ്. ഇനി വേഗം നീ പൊക്കോ എന്ന് പറഞ്ഞ് കൊക്കോയുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുവാണ് അഗോട്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ടെസ്റ്റ് നിനക്ക് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അഥവാ നീ ഇതിൽ തോറ്റാൽ നിനക്കൊരിക്കലും മാസ്റ്റർ ക്യുഫ്രിയുടെ പരിശീലകനാകാൻ അനുവാദമുണ്ടാകില്ല. നീ ഈ അറ്റ്ലിയർ വിട്ട് എന്നേക്കുമായി പോകേണ്ടി വരും എന്ന് പറഞ്ഞ അഗോട്ട് അവിടുന്ന് പോവുകയാണ്. പെട്ടെന്ന് ആ ഡോറ് ക്ലോസ് ആവും. കൊക്കോ പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെ തോന്നുവാണ്. എന്നാലും കൊക്കോ അവിടുന്ന് വേഗം എഴുന്നേക്കും. എങ്ങനെയെങ്കിലും ഈ ടെസ്റ്റ് പാസ്സായിട്ട് ഞാൻ ഇവിടുന്ന് പോണം. അങ്ങനെ അവൾ ആ ഗൈഡൻസ് ഓർബ് എടുത്ത് നോക്കുമ്പോഴത്തേനും അതിലൊരു ദിശ കാട്ടുവാണ്. അങ്ങനെ അവളെ എല്ലാ ധൈര്യവും സംഭരിച്ച് ആ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവള് പോവുകയാണ്. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അവള് മൂക്കും കുത്തി താഴെ വീഴുവാണ്. ഇല്ല, എന്നെ കൊണ്ട് എന്തായാലും ചെയ്യാൻ കഴിയും. അഗോട്ടിന് വെറും 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ടെസ്റ്റ് പാസ്സാക്കി എടുത്തത്. അങ്ങനെ ഒരു വിധത്തിൽ അവള് കഷ്ടപ്പെട്ട് ആ കാടിന്റെ പുറത്തേക്ക് അവള് വരുവാണ്. അങ്ങനെ ആ സ്ഥലത്ത് വന്ന് അവള് നോക്കുമ്പോ അവക്ക് മുട്ടം പണി കിട്ടിയതുപോലെ ആവുകയാണ്. അവളുടെ കയ്യിലുള്ള ഗ്ലോബും മുകളിലോട്ടുള്ള ഡയറക്ഷൻ കാട്ടുവാണ്. വലിയ വൃത്താകൃതിയുള്ള മലനിരകള് ആകാശത്തിൽ കൂടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുവാണ്. അപ്പോ ഇതാണ് ഡാഡ റേഞ്ച്. കൊക്കോയ്ക്ക് ആകെ നിരാശയിലായി അവളൊരു സ്ഥലത്ത് പോയി ഇരിക്കുവാണ്. ഇതിപ്പോ ഇങ്ങനെയുള്ള സ്ഥലമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ആ സമയം അവിടെ ഒരു 4 ചിറകുകൾ ഉള്ള ഒരു കിളി പറന്നു നടക്കുവാണ്. കൊക്കോയ്ക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നുകയാണ്. എന്റെ കയ്യിൽ അഗോട്ടിന്റെ അടുത്തുനിന്ന് വാങ്ങിയ ഷൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പറക്കാം എന്ന് പറഞ്ഞ് കൊക്കോ നിൽക്കുമ്പത്തേനും പെട്ടെന്ന് ഒരു കാറ്റ് വന്ന് അവളെ താഴെ എടുത്തിടുവാണ്. അങ്ങനെ വീണ്ടും അവൾ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയി ഇരുന്നിട്ട് അവളുടെ ഷൂസ് നോക്കി. ഈ കാസ്റ്റിംഗ് സീല് 2 ഭാഗങ്ങളായി മുറിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാലുകൾ ഉപയോഗിച്ച് കറക്റ്റായ അലൈനിൽ എത്തിയാൽ മാത്രമേ ഈ സീല് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കൊക്കോ കറക്റ്റായി തന്നെ വെക്കുമ്പോഴത്തേനും ആ സീല് വർക്കാവുകയാണ്. അങ്ങനെ അവള് പറക്കുവാണ്. കൊക്കോയ്ക്ക് ആകെ സന്തോഷാവാണ്. പക്ഷെ അവൾ ഈ ഷൂസ് ഇട്ട് പറന്ന് പരിചയമില്ലാത്തതിനാൽ അവള് മൂക്കും കുത്തി താഴെ വീഴുവാണ്. മാസ്റ്റർ ക്യുഫ്രി പറഞ്ഞത് കറക്റ്റാണ്. ഞാനിപ്പോൾ ജനിച്ചു വീണ ഒരു കുട്ടിയെ പോലെയാണ്.
കൊക്കോ പിന്നെ ആ കിളീനെ ശ്രദ്ധിക്കുവാണ്. പക്ഷെ ഞാൻ പറന്നു. എന്നെ കൊണ്ട് പറക്കാൻ പറ്റിയ പെട്ടെന്ന് തന്നെ ഡാഡാ റേഞ്ചിന്റെ മുകളിലോട്ട് എത്താൻ എന്നെ സഹായിക്കും. അവള് പിന്നെയും പറക്കാൻ ശ്രമിക്കുവാണ്. പിന്നെ അവള് താഴോട്ട് തന്നെ വീഴുവാണ്. കൊക്കോയ്ക്ക് പെട്ടെന്ന് ക്യുഫ്രീന്റെ വോയിസ് കേൾക്കുന്ന പോലെ തോന്നുവാണ്. നീ ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാ നിന്നെ കൊണ്ട് സ്വാതന്ത്ര്യമായി ഓടി നടക്കാൻ കഴിയും. അങ്ങനെ അവള് പിന്നെയും പറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത സീനില് പിന്നെയും ഗ്രേറ്റ് ഹാൾ കാണിക്കുവാണ്. തിമിംഗലങ്ങളൊക്കെ ചുറ്റി സഞ്ചരിക്കുന്ന കടലിന്റെ നടുവിലാണ്. അതുമല്ലാണ്ട് അത് ഏറ്റവും വലിയ കെട്ടിടം കൂടെയാണ്. ക്യുഫ്രി അവിടെയുള്ള 2 പിള്ളേർക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ട് അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. നീ ആ ഗ്രേറ്റ് ഹാളിൽ താമസിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയും ദൂരം നിനക്ക് സഞ്ചരിക്കേണ്ടി വരില്ലായിരുന്നു. പിന്നെ നിന്റെ സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവരാമായിരുന്നു. ഗ്രേറ്റ് ഹാൾ വിച്ചുകളുടെ ശക്തി കേന്ദ്രമാണ്. നമുക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് എന്നൊക്കെ അലയർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവൻ ചോദിച്ച സാധനം ആ പിള്ളേരെ എടുത്തു കൊടുക്കുവാണ്. ഗ്രേറ്റ് ഹാളിനോട് നിനക്കുള്ള വെറുപ്പ് ആഴത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. എന്തായാലും നീ നിന്റെ സ്റ്റുഡൻസിനെ നന്നായി തന്നെ നോക്കിക്കോ. കാരണം മുതിർന്നവരില്ലാതെ ഈ പ്രായത്തിലെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയില്ല എന്ന് അലൈറ പറഞ്ഞ് തീരുമ്പത്തേനും കൊക്കോനെ കാണിക്കുവാണ്. കഷ്ടപ്പെട്ട് അവള് പറന്നുകൊണ്ടിരിക്കുവാണ്. അവളുടെ ബാലൻസിങ് ചെറുതായിട്ടൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് കുറച്ചും കൂടി ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്ന് തോന്നുന്നു എന്ന് കരുതി അവൾ ആ മലയിൽ കാല് വെക്കുമ്പത്തേനും സ്ലിപ്പായി താഴെ വീഴാൻ പോവാണ്. പെട്ടെന്ന് അവൾ ഒരു വള്ളിയിൽ കയറി പിടിക്കും. അങ്ങനെ കുറച്ച് സമാധാനത്തിൽ നിൽക്കുമ്പത്തേനും ഒരു സാധനം അവളുടെ മുമ്പിൽ ഇറങ്ങി വരുവാണ്. ആ സാധനം താഴോട്ട് ഇറങ്ങി വന്ന് അവളുടെ മുഖത്തിൽ കൂടെ അപ്പുറത്തേക്ക് പോവാണ്. പെട്ടെന്ന് കൊക്കോ പേടിച്ച് കാറി പോവാണ്. ആ സാധനവും പേടിച്ച് കാറി താഴോട്ട് 2 പേരും കൂടെ വീഴുവാണ്. പെട്ടെന്ന് അവളുടെ ഷൂസ് ഉപയോഗിച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും നദിയിലായതുകൊണ്ട് അവള് വെള്ളത്തിൽ വീണു പോവുകയാണ്. ആ സാധനത്തിന്റെ പേര് ബ്രഷ് ബഡി എന്നാണ്. കൊക്കോ അതിനെ കണ്ടിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ബ്രഷ് ബഡീനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവർ 2 പേരും കരയ്ക്ക് കയറി പോവാണ്. അവളുടെ ഷൂസിൽ മൊത്തം ചെളി കയറിയിട്ടുണ്ടാവും. ആ ബ്രഷ് ബഡിയെ അവള് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവളൊരു തുണിയെടുത്ത് അവളുടെ ഷൂസ് തുടയ്ക്കുമ്പത്തേനും ആ സീലില് പാതി മാഞ്ഞു പോവും. കൊക്കോ അവിടെ കിടന്ന് കാറുവാണ്. അയ്യോ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ബാക്കി മാഞ്ഞു പോകുന്നതിന്റെ മുമ്പ് വേഗം അത് വരയ്ക്കാന്ന് പറഞ്ഞ് അവൾ അവളുടെ ടൂൾസ് എടുക്കുമ്പത്തേനും അതിലും മഷിയും ഒക്കെ വെള്ളത്തിൽ നനഞ്ഞ് പോയി എല്ലാം കൂടെ സ്പ്രെഡായി പോയിട്ടുണ്ടാവും. അത് കണ്ട് അവൾ അങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. അവൾ ആകെ സങ്കടത്തിലാവുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യാ? വേറൊരു പ്രശ്നം കൂടെയുണ്ട്. അവിടെ നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത സീനില് ടിട്ടിയ ആട്ലിയർ മൊത്തം കൊക്കോനെ തെരഞ്ഞു കാണാത്തത് കൊണ്ട് അഗോട്ടിന്റെ അടുത്ത് വന്ന് കൊക്കോ എവിടെയാണെന്ന് ചോദിക്കുവാണ്. കൊക്കോ എവിടെയാണെന്ന് അറിയോ? ഡിന്നറിനുള്ള സമയമായിന്ന് ടിട്ടിയ അഗോട്ടിന്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പൊ അഗോട്ട് കൊക്കോ ഇവിടെ ഇല്ല, അവൾ അവളുടെ ടെസ്റ്റ് എടുക്കാൻ ഡാഡാ റേഞ്ചിലേക്ക് പോയി. അത് കേൾക്കുമ്പത്തേനും ടിട്ടിക്ക് വളരെ ടെൻഷൻ ആവുകയാണ്. അവൾ ഈ അട്ലിയറിലേക്ക് വന്നതല്ലേ ഉള്ളൂ, നീ എന്താ അവളെ പിടിച്ചു നിർത്താത്തത്? ഇവിടെ വരുന്ന മിക്ക ആളുകളും ടെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരിക. എന്താ ശരിയല്ലേ? അതെ, പക്ഷേന്ന് ടിട്ടിയെ പറയുവാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ടെസ്റ്റ് പാസ്സാകാനാകില്ലെങ്കിൽ അവൾ ഒരിക്കലും ഒരു പരിശീലകനാകരുത്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാത്ത മറ്റുള്ളവരെ എനിക്ക് വെറുപ്പാണ്. അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്ന ഒരാള്. നീ പേടിക്കൊന്നും വേണ്ട, അവള് തോറ്റു തുന്നം പാടി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളും. ഡാഡാ റേഞ്ച് ഈ സമയത്തിലെ ഏറ്റവും കൂടിയ ഉയരത്തിലാണ്. എന്റെ കാസ്റ്റിംഗ് സീലുള്ള ഷൂസ് ഒന്നും ഉപയോഗിച്ച് അവൾക്ക് അത്ര ദൂരത്തിൽ പറക്കാനൊന്നും കഴിയില്ല എന്ന് അഗോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊക്കോ ആ നദിയിലുള്ള ഒരു തോണിയിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിയിലാണ്. അവൾക്ക് റൂൾസുകൾ ഒന്നും തന്നെ അറിയില്ല. ഇത് എത്ര അപകടം നിറഞ്ഞതാണെന്ന് അവൾക്ക് ഒട്ടും തന്നെ അറിയില്ല. ഇങ്ങനെയുള്ള ഒരാൾ നമ്മളുടെ ലോകത്തിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അഗോട്ട് പറയുവാണ്. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് ടിട്ടിയെ ഡൈനിങ് ടേബിളിൽ കൈവച്ചിരിക്കുവാണ്. റിച്ച് അവളോട് നീ കഴിക്കുന്നില്ലേന്ന് ചോദിക്കുവാണ്. ആ, പക്ഷേ എനിക്കെന്തോ ഞാൻ ഡൗൺ ആയതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്രമാണ് വിഷമം എന്ന് പറഞ്ഞ് ടിട്ടി അവിടെ കാറി പൊളിക്കുവാണ്. നമുക്ക് മാസ്റ്റർ ക്യുഫ്രി വരുന്നത് വരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് റിച്ച് പറയുവാണ്. കൊക്ക തോണിയിലിരുന്ന് എന്തെങ്കിലും ചെയ്യാന്ന് കരുതി ആലോചിക്കുമ്പോ ഒന്നും തന്നെ അവളുടെ മുമ്പിൽ തെളിയുന്നില്ല. ഷൂസ് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവള് ഡയറക്റ്റ് ആയിട്ട് അവളുടെ പാദത്തില് കാസ്റ്റിംഗ് സീല് വരച്ചാലോ എന്ന് ആലോചിക്കുവാണ്. പെട്ടെന്ന് നമുക്ക് ബോധം ഉദിക്കും. ഇല്ല, ഡയറക്റ്റ് ശരീരത്തിൽ മാജിക് വരയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇതുപോലുള്ള ഒരു സമയത്ത് ഞാൻ ഏതുതരം മാജിക് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ബ്രഷ് ബഡി അവളുടെ കൂടെ തന്നെ ഉണ്ടാവും.
അഗോട്ട് പറഞ്ഞത് ശരിയാണ്. ആർക്ക് വേണമെങ്കിലും ഒരു സ്പെല്ല് വരയ്ക്കാം. അതിനർത്ഥം അവരതിൽ മിടുക്കരായിരിക്കണമെന്ന് അർത്ഥമാകുന്നില്ല. ഒരു വിച്ചാകണമെങ്കിൽ നമ്മൾ ഒരു പ്രത്യേകതരം വ്യക്തികളായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അവരെല്ലാം അവരുടെ കുട്ടിക്കാലം മുതലേ സ്പെൽസ് വരയ്ക്കുന്നവരാണ്. അതൊരിക്കലും എനിക്ക് സാധിക്കുന്ന ഒന്നല്ല. കൊക്കോ ഒരുപാട് ഡൗൺ ആയി പോവാണ്. കൊക്കോ അവളുടെ അമ്മ അവൾക്ക് ആദ്യമായിട്ട് വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ഓർക്കുവാണ്. അവൾ സ്റ്റാർട്ടിങ്ങില് അവളുടെ അമ്മ പറഞ്ഞതുപോലെ വരയ്ക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും അവൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരച്ചിട്ടും ഉണ്ടാവുക. അന്ന് ക്യുഫ്രി അത് കാണുന്നതും ഈ വില്ലേജില് ഇത്രയും സ്കില്ലുള്ള ക്രാഫ്റ്റ് മാൻസ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇത് ശരിക്കും മാജിക് ആണ് എന്ന് ക്യുഫ്രി പറഞ്ഞത് കൊക്കോ ആ സമയം ഓർക്കുവാണ്. അങ്ങനെ അവൾ എഴുന്നേറ്റ് എന്റെ കയ്യിൽ ഓൺ മാജിക് ഉണ്ട്. അങ്ങനെ അവളുടെ ഓൺ മാജിക് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് സാധനങ്ങളൊക്കെ റെഡിയാക്കുവാണ്. അവളുടെ ചോക്കില് കോഞ്ചൂറിങ് ഇങ്ക് പരണ്ട തുണി ആ ചോക്കില് കെട്ടി വെള്ളത്തിൽ നനയ്ക്കുവാണ്. അവള് മുമ്പേ ദേഹത്തിട്ടിരുന്ന ഒരു ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ടാവും. അത് അവള് വലിച്ചു കെട്ടുവാണ്. അങ്ങനെ ആ ഡ്രസ്സില് അവള് മാജിക് വരയ്ക്കുവാണ്. അവൾക്ക് അവളുടെ അമ്മ അവളുടെ കൈ പിടിച്ച് വരയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നുവാണ്. ആ സമയം ക്യുഫ്രി പറഞ്ഞ കാര്യം ഓർക്കുവാണ്. പുതിയതായി ഒരു ടൂൾ ഉപയോഗിക്കുമ്പോ നമ്മുടെ കൈ അതിന് വഴങ്ങണമെന്നില്ല. ഇത് ഞാൻ ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. എന്റെ വിരലുകൾ ഇതിനോട് ചേർന്ന് സ്വന്തം നൃത്തം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ബ്രഷ് ബഡി ഉറങ്ങി നീക്കുമ്പോഴത്തേനും കൊക്കോ ആ ഡ്രസ്സിൽ സ്പെല്ലൊക്കെ വരച്ച് സെറ്റ് ആക്കുവാണ്. അങ്ങനെ പുലർച്ചെ എത്തിക്കൊണ്ടിരിക്കുവാണ്. അവള് വളരെ സ്റ്റഡി ആയിട്ടും പ്രോപ്പർ ആയിട്ടും ആ സീല് വരച്ച മനസമാധാനത്തിൽ നിൽക്കുവാണ്. കാറ്റ് വന്ന് അതിലടിക്കുമ്പോ ആ എനർജിയും ഡയറക്ഷനും കറക്റ്റായി പോവും എന്നുദ്ദേശിച്ചാണ് അവള് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു ഡയറക്ഷൻ അവള് നീട്ടം കൂടിയായിരിക്കും വരച്ചിട്ടുണ്ടാവുക. അതിൽ അവൾക്ക് എന്ത് സംഭവിക്കണമെന്ന് കാണാൻ ആകാംക്ഷ ഉണ്ടാവും. ഞാൻ വിചാരിച്ചതുപോലെ ഇത് വർക്ക് ആവണമെന്നുമില്ല. ആ സമയം ആ ബ്രഷ് ബഡി അവളുടെ മേത്തു കൂടെ കയറി ഞാനും വരുന്നു നിന്റെ കൂടെ എന്ന ഭാവത്തിൽ നിൽക്കുവാണ്. അങ്ങനെ അവൾ ആ റിങ് കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേനും കാറ്റ് ശക്തിയിൽ അടിക്കുവാണ്. അവൾക്ക് സന്തോഷാവുകയാണ് അത് വർക്ക് ആയതില്. പെട്ടെന്ന് കാറ്റ് വേറെ ഏതൊക്കെയോ ദിശയിൽ അടിക്കുവാണ്. അപ്പൊ അവൾക്ക് മനസ്സിലാവുകയാണ് അവള് വരച്ച സൈനിന്റെ ഡയറക്ഷൻ തെറ്റായി പോയിന്ന്. അങ്ങനെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ തോണി എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ആ തോണി പൊട്ടി അവള് പറന്നോണ്ടിരിക്കുവാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അവൾ അതിന്റെ മേലെ കയറിയിരിക്കുവാണ്. പക്ഷേ അവൾ ഉണ്ടാക്കിയ ആ മാജിക് അവൾ അറിയാതെ തന്നെ അവൾക്കൊരു പ്ലസ് ആയി മാറുവാണ്. അവളെ കൊണ്ട് ഫ്രീ ആയിട്ട് ഇപ്പൊ പറക്കാൻ കഴിയുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. ഇത് ശരിക്കും സ്വപ്നം പോലെയുണ്ട്. അവള് താഴോട്ട് നോക്കുമ്പോ പെട്ടെന്ന് അവൾക്ക് അവളുടെ വീട് ഓർമ്മയിലോട്ട് വരുവാണ്. അമ്മയെ സഹായിച്ചത് മാജിക് പഠിക്കാൻ എന്നെ ഇത്രയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ അവളുടെ അമ്മേനെ ഓർത്ത് കരയുവാണ് ആ സമയം. എന്നിട്ട് അവൾ ആ ഗ്ലോബില് നോക്കുമ്പോ മുകളിലോട്ടുള്ള ഡയറക്ഷൻ കാണിക്കുവാണ്. ഡൈഡം ഹെർബ് ഇന്ന് മുകളിലാണ്. അങ്ങനെ അവൾ മുകളിലോട്ട് പിന്നെ ഉയർന്നു കയറുവാണ്. അങ്ങനെ അവൾ ആ ഡൈഡം ഹെർബ് കണ്ടുപിടിക്കുവാണ്. പക്ഷേ അവൾക്ക് ആ ഡൈഡം ഹെർബ് പറിക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അവൾ ഓരോരോ തവണ ശ്രമിക്കുമ്പോഴും അത് കയ്യിൽ തട്ടി മിസ്സായി പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവൾ കുറേ പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് പറ്റുന്നില്ല. അവൾക്ക് പെട്ടെന്ന് അവളുടെ അമ്മയുടെ ഓർമ്മ വരുവാണ്. കൊക്കോയും അമ്മയും കൂടെ കളിക്കുന്നതും അവളുടെ അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് അമർത്തുന്നതുമായിട്ട് അവൾക്ക് തോന്നുവാണ്. അവളുടെ അമ്മയ്ക്ക് വേണ്ടി അവൾ എന്തും ചെയ്യാൻ തയ്യാറായി. അവൾ വീണ്ടും ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് വേണ്ടി കുറച്ചു സമയം വെയിറ്റ് ചെയ്യമ്മ. ഞാൻ ചെയ്തതിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കും. അങ്ങനെ അവസാനം അവൾ ആ ഹെർബ് കയ്യിൽ പിടിക്കുവാണ്. അടുത്ത സീനില് ക്യുഫ്രി അറ്റ്ലിയറിൽ വന്നിട്ടുണ്ടാവും. അവൻ വിവരം കേട്ട് ആകെ ഷോക്കാവുകയാണ്. ക്യുഫ്രി ആകെ വെപ്രാളപ്പെട്ട് ആ സ്ഥലം വളരെ അപകടം നിറഞ്ഞതാണ്, എനിക്ക് അവളെ രക്ഷിക്കണം. പക്ഷെ നിങ്ങൾ അതിന്റെ ഉള്ളിൽ പോയാൽ അവൾ ഫെയിലായി പോവില്ലേന്ന് ടിട്ടിയെ ചോദിക്കുവാണ്. ക്യുഫ്രി കൊക്കോയ്ക്ക് എന്തായാലും ടെസ്റ്റ് എടുക്കാനുള്ള സമയമായിട്ടില്ല. നമ്മളെ പോലെ അവൾ ജീവിതകാലം മുഴുവൻ മാജിക്കിൽ ജീവിച്ചിട്ടില്ല. ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ മാത്രമായിരിക്കില്ല നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ക്യുഫ്രി ആ ടെലിപ്പോർട്ടേഷൻ ഡോറ് തുറക്കുവാണ്. അത് തുറക്കുമ്പോഴത്തേനും കൊക്കോ ആ ഹെർബും കൊണ്ട് നടന്നു വരുവാണ്. അവളെ കണ്ടപാടെ എല്ലാവരും ഒന്ന് ഞെട്ടുവാണ്. ടിട്ടി അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കുവാണ്. കൊക്കോ നീ സേഫായി തന്നെ തിരിച്ചു വന്നോ? ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് വിഷമിച്ചു. കൊക്കോ അഗോട്ടിനെ കണ്ടതും അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി. എനിക്ക് കൺസെന്റ് ഓഫ് ദി ക്രൗൺ കിട്ടി. ഈ ഹെർബല്ലേ അതെനിക്ക് കിട്ടി എന്നുള്ളതിന്റെ ഉറപ്പ്. അഗോട്ടിനാകെ ദേഷ്യം കയറിയിട്ട് അവളൊന്നും മിണ്ടാണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ക്യുഫ്രി കൊക്കോന്റെ അടുത്ത്
കൊക്കോ സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നത് വളരെ അപകടം നിറഞ്ഞതാണ്. ശരിയായ തയ്യാറെടുപ്പും കൃത്യമായ അടിസ്ഥാന അറിവും ഇല്ലാതെ സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആയ കാര്യമാണ്. നീ ഇവയൊക്കെ ഇന്നും പഠിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. നീ ചിലപ്പോൾ അവിടെ തന്നെ വെച്ച് മരിച്ചു പോയേക്കാമായിരുന്നു. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. കൊക്കോ മാസ്റ്ററിന്റെ അടുത്ത് സോറിയും പറയുന്നുണ്ട്. കൂടാതെ നിന്നെ തന്നെ സ്വയം തെളിയിക്കാൻ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നീ ഓൾറെഡി എന്റെ പരിശീലകയാണ് എന്ന് പറഞ്ഞ് ക്യുഫ്രി ഗ്രേറ്റ് ഹാളിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെട്ടിയെടുത്ത് കൊക്കോയുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുവാണ്. കൊക്കോ അത് തുറന്നു നോക്കുമ്പോ ഒരുപാട് സന്തോഷാവുകയാണ്. അത് അവളുടെ ഒഫീഷ്യൽ ഡ്രസ് ആയിരിക്കും. നീ ഒരു വിച്ചാണെന്നതിന്റെ തെളിവാണിത്. ഇത് നമ്മളുടെ രണ്ടുപേരുടെ അഭിമാനമാണ്. നമ്മളുടെ മാജിക് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള വിലക്കും നമ്മളുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന് ക്യുഫ്രി കൊക്കോന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൊക്കോ അവളുടെ ആ ഡ്രസ്സ് ഇടുവാണ്. അങ്ങനെ അവൾക്കും ആ പോയിന്റഡ് ഹാറ്റ് കിട്ടുവാണ്. നീ ഇത് ധരിക്കുന്നിടത്തോളം കാലം അതിന്റെ ഭാരം നീ മറക്കരുത്. ഈ പോയിന്റഡ് ഹാറ്റ് എപ്പോഴും നിന്റെ മാജിക് വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിന് നീ നന്നായി തന്നെ പരിപാലിക്കണം എന്ന് ക്യുഫ്രി പറയുവാണ്. കൊക്കോയ്ക്ക് വളരെയധികം സന്തോഷാവുകയാണ്. അങ്ങനെ ആ 4 പേരും വളരെയധികം സന്തോഷിക്കുവാണ്. അടുത്ത സീനില് ആ ഡാഡ റേഞ്ചില് മുഖംമൂടിയിട്ട് ആ വിച്ച് വന്ന് നിൽക്കുവാണ്. വിത്ത് മുളച്ചിരിക്കുന്നു എന്ന് നമ്മുടെ കൊക്കോ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ വിച്ച് പറയുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.